കെ.പി.സി. ലളിതയുടെ പിന്മാറ്റത്തോടെ തൃശൂർ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സിപിഐഎമ്മിൽ പ്രതിസന്ധി. 6 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ ഇരിങ്ങാലക്കുടയിലും വടക്കാഞ്ചേരിയിലുമാണ് സിപിഐഎം പ്രതിസന്ധി നേരിടുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക തലത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു. വടക്കാഞ്ചേരിയിൽ കെ.പി.സി. ലളിത സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം അതേപടി ജില്ലാ ഘടകം അംഗീകരിച്ചു. എന്നാൽ പിന്നീട് ചേർന്ന മണ്ഡലം കമ്മിറ്റിയിൽ 33-ൽ 31 അംഗങ്ങൾ തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചു. തൊട്ടുപിന്നാലെ പോസ്റ്ററുകളുടെ രൂപത്തിലും പരസ്യ പ്രകടനത്താലും പ്രതികരണങ്ങൾ വന്നു. കെ.പി.സി. ലളിത പിൻവാങ്ങി. ഇതോടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാനാകാതെ സിപിഐഎം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രാദേശിക പിന്തുണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റലപ്പള്ളിക്കാണെന്നിരിക്കെ അദ്ദേഹത്തെ പാർട്ടി പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. ജില്ലയിലെ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വടക്കാഞ്ചേരിയിൽ ഒരുപക്ഷെ മഹിളാ അസോസിയേഷൻ നേതാവ് കെ.വി. നഫീസയെ മത്സരിപ്പിച്ചേക്കും. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരന് അനുകൂലമാണ് പ്രാദേശിക വികാരം. പക്ഷേ ശശിധരന് എതിരാണ് ജില്ലാ നേതൃത്വം. ജില്ലാ നേതൃത്വത്തിലെ പലർക്കും ശശിധരന്റെ സ്ഥാനാർത്ഥി കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ആ ഒരു നിലപാടല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ശശിധരന്റെ തിരിച്ചുവരവ് ഒരുപക്ഷെ സാധ്യമായേക്കും. മലപ്പുറത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ സംഭവവികാസങ്ങളെ തുടർന്ന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന ശശിധരൻ അന്നമനട ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തപ്പെട്ടത്. ഇപ്പോൾ മാള ഏരിയ കമ്മിറ്റി അംഗമായി സംഘടനാ രംഗത്ത് സജീവം. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ NR രാമപ്രകാശിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായത്. എന്നാൽ കീഴ്ഘടകങ്ങളിൽ എതിർപ്പുയർന്നു. ഇതോടെ തീരുമാനം മാറി. പക്ഷേ സ്ഥാനാർത്ഥി കാര്യത്തിൽ വടക്കാഞ്ചേരിക്ക് സമാനമായ അവസ്ഥയാണ് ഇരിങ്ങാലക്കുടയിലും. മറ്റ് 6ഇടത്തും സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.